സ്നേഹമുള്ളവരെ, മദർ ഹോം ധ്യാന കേന്ദ്രം അവതരിപ്പിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ ഈ മദർ ഹോമിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ഇന്ന് ആശംസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചിന്ത വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസ് എഴുതി വച്ച ലേഖനത്തിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6ഉം 7ഉം വചനങ്ങളാണ്. പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതും അനേകർ പ്രസംഗിച്ച് നമ്മുടെ മനസ്സിലേക്ക് തറഞ്ഞു കയറിയിട്ടുള്ളതുമായ ഒരു ദൈവവചനത്തെ കൂടുതൽ ചിന്തകൾക്കായി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. അതിപ്രകാരമാണ്. 2 തിമോത്തി 1-ാമത്തെ അധ്യായം 6-ാം തിരുവചനം. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം, ഊതി കത്തിക്കണം എന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ദൈവസ്നേഹത്തിൻ്റെ തീക്കനൽ കിടപ്പുണ്ട്, ദൈവബന്ധത്തിൻ്റെ തീക്കനൽ കിടപ്പുണ്ട്, സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു തീക്കനൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇത് ഊതി കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചിലപ്പോഴൊക്കെ ഇത് മങ്ങിപ്പോകും, കെട്ടുപോകും എന്നുള്ളതാണ്. ചില ജീവിത സാഹചര്യങ്ങളിലും ജീവിത ചുറ്റുവട്ടങ്ങളിലും പ്രതിസന്ധികളിലും പെടുമ്പോൾ ഈ ഉള്ളിലെ തീക്കനലുകൾ മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വിശുദ്ധൻ നമ്മളെ ഓർപ്പിക്കുന്നത്. ഇങ്ങനെ മങ്ങിപ്പോയാൽ എന്ത് ചെയ്യണം? അത് ഊതി കത്തിക്കണം, വീണ്ടും നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. അപ്പോൾ ഈ വചനത്തിൽ 3 ചിന്തകളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഉള്ളിൽ ഒരു തീക്കനലുണ്ട്. 2, അത് മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. 3, അത് നമ്മൾ ഊതി കത്തിക്കണം. ഇത് പറയുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഗ്രാമത്തിലെ വീടുകളിൽ അടുപ്പിൽ തീ കത്തിക്കുന്ന പശ്ചാത്തലം. ഞാൻ ഓർക്കും എൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞുനാളിലൊക്കെ 3 കല്ലൊക്കെ വെച്ചുണ്ടാക്കിയ സാധാരണ അടുപ്പ്. ഈ അടുപ്പിൽ വിറകെല്ലാം വെച്ച് തീ കത്തിച്ചിട്ട് കലത്തിൽ ഇത്തിരി വെള്ളം കൊണ്ടുവന്ന് അമ്മ വെക്കും, കഞ്ഞി വെക്കാനാണ്. ഈ തീ കത്തിച്ച് വെള്ളമോടെ വെച്ചിട്ടായിരിക്കാം അമ്മ എന്തെങ്കിലും ജോലിക്കായി പുറത്തേക്ക് പോകുന്നത്. ഒന്ന് ആടിനെ മാറ്റി കെട്ടാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിറകമ്പ് പറക്കിടാനായിരിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും തീ ആളി കത്തിയിരിക്കും. എങ്കിലും ഈ കമ്പൊക്കെ ചാരം വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ചെയ്ത് വെക്കുന്ന കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ കമ്പെല്ലാം ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു കുഴൽ കൊണ്ടങ്ങ് ഊതുമ്പം ആ ചാരമൊക്കെ പറന്നുപോയി തീ കുറച്ചും കൂടെ ആളിക്കത്തും. എന്നിട്ട് അമ്മ പിന്നെയും പോകും. കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ടായിരിക്കാം പിന്നെ അരി കഴുകി ഈ വെള്ളത്തിലേക്ക് ഇടുന്നത്. വെള്ളത്തിലേക്കിട്ട് കഞ്ഞി വെക്കാനായി വെച്ചിട്ട് പോവുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ജോലി തീർത്ത് വരും. അപ്പോഴും കാണും ഈ അടുപ്പിലെ തീ ഇങ്ങനെ പതുക്കെ കെട്ടുകൊണ്ടിരിക്കുന്നു. കത്തിയ കമ്പിൻ്റെ ചാരം വീണ് തീ ഇങ്ങനെ മങ്ങി തുടങ്ങുമ്പോൾ അമ്മ വീണ്ടും കമ്പെല്ലാം കുത്തി കയറ്റി വെച്ച് ഒന്നും കൂടെ ഊതും. അപ്പം തീ ആളിക്കത്തും. ഈ ആളിക്കത്തുന്ന തീയിൽ ഇട്ട അരി വെന്തോ എന്ന് അമ്മ നോക്കും. വെന്തിട്ടില്ല. ഒന്നും കൂടെ പുറത്ത് പോയി കുറച്ചുകൂടെ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കാം ഈ അരി വെന്തു തുടങ്ങിയിരിക്കുന്നു. തീ ഇനിയും കെട്ടുപോകരുത് എന്ന് വെച്ച് വീണ്ടും കമ്പെല്ലാം അടുപ്പിലേക്ക് കയറ്റി വെച്ച് വീണ്ടും ഊതുന്ന രംഗം എൻ്റെ മനസ്സിലുണ്ട്. അതായത് നാടൻ ഗ്രാമത്തിലെ സാധാരണ അമ്മമാർ ചെയ്തു വെക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ ഓർപ്പിക്കുന്നത്. നിന്റെ ഉള്ളിൽ തീക്കനൽ കിടപ്പുണ്ട്.
ഈ തീക്കനൽ ചിലപ്പോൾ നീ മങ്ങി മങ്ങി പോകുന്ന നിമിഷത്തിൽ നീ അത് ഊതി കത്തിക്കണം. ആ ഊതി കത്തിക്കുമ്പോൾ അതിൻ്റെ ശക്തിയും പ്രാഭവും വീണ്ടും നീ അനുഭവിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചിന്തിക്കുകയാണ്, ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തന്ന തീക്കനൽ എന്താണ്? അത് ദൈവസ്നേഹത്തിൻ്റെയാണ്, ദൈവ സന്തോഷത്തിൻ്റെയാണ്, ദൈവബന്ധത്തിൻ്റെയാണത്. ആ തീക്കനലാണ് നമ്മൾ ഊതി കത്തിക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകളും തെറ്റായ രീതികളും കടന്നു വന്നേക്കാം. അതല്ല ഊതി കത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസേ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മൾ ഊതി കത്തിക്കേണ്ട തീക്കനൽ എന്താണ്? അത് ദൈവബന്ധത്തിന് തീക്കനലാണ്. ദൈവ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത് ശക്തിയും സ്നേഹവുമൊക്കെ ആണെന്നാണ് പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശക്തിയുടെ ആത്മാവാണ് ഉള്ളിൽ കിടക്കുന്നത്, സ്നേഹത്തിൻ്റെ തീക്കനലാണ് ഉള്ളിൽ കിടക്കുന്നത്. വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കാനാവുന്ന ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ് ഉള്ളിൽ കിടക്കുന്നത്. ഈ ആത്മാവിനാണ് ഊതി കത്തിക്കേണ്ടത്. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ജ്വലിപ്പിച്ചെടുക്കേണ്ടത് പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായ ശക്തിയുമാണ് എന്നാണ് പ്രായോഗികമായി നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല എന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്. ഞാൻ ഓർക്കും, ആ കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ നമ്മളെന്നും കൊണ്ടുനടക്കുന്ന ചിന്തയാതാം, നമ്മുടെ ഉള്ളിൽ അകാരണമായ ഭയം വളരാൻ നാം സമ്മതിക്കരുത്. ഉള്ളിൽ വളരുന്ന അകാരണമായ ഭയമാണ് നമ്മുടെ ശക്തികളെ മുഴുവൻ ചോർത്തിക്കളയുന്നത്. നമുക്ക് പലതും ചെയ്യാൻ സാധിക്കാത്തത് ഉള്ളിൽ അകാരണമായ ഭയം വന്ന് നമ്മളെ പ്രതിരോധിക്കുകയാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അതായത് വളരാനും ഉയരാനുമുള്ള മാനുഷികമായ നമ്മുടെ പ്രചോദനത്തെ കെടുത്തിക്കളയുന്നത് ഭയമാണ്, ഭീരുത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല എന്ന് പൗലോസ്ലീഹ എന്നേക്കുമായി ഓർപ്പിക്കാം. ഇന്ന് പലപ്പോഴും വിശ്വാസ സമൂഹത്തിൽ തന്നെ പലരുടെ ഉള്ളിൽ അകാരണമായ ഭയമാണ്. ഞാൻ ധ്യാനത്തിന് വരുന്ന ആളുകളെ കാണുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും കൗൺസിലിംഗ് നടത്തുമ്പോഴും എനിക്ക് തോന്നും, ഇന്ന് ആളുകളുടെ ഉള്ളിലൊക്കെ ഒത്തിരി ഭയം കിടക്കുകയാണ്. എന്തിനെക്കുറിച്ചുള്ള ഭയം? പുറമേ നല്ല ധൈര്യം ഉണ്ടെന്നൊക്കെ തോന്നി നടന്നാലും അവരൊക്കെ എന്തൊക്കെയോ ഭയം കൊണ്ടെടുക്കുക. ഈയിടെ ധ്യാനത്ത് വന്നൊരു പെൺകുട്ടിയും അവളൊരു കൊന്തയിട്ടിട്ടുണ്ട്, അവളൊരു വെന്തിങ്ങ ധരിച്ചിട്ടുണ്ട്, അവളുടെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് നല്ലതാണ് എന്നെൻ്റെ മനസ്സിൽ തോന്നി. കുഴപ്പമില്ല, സാധാരണ എല്ലാവരും ചെയ്തു വെക്കുന്നില്ലേ. ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ ഈ ചരടും കൂടെ കെട്ടിയിരിക്കുന്നത്? ജവമാലയിട്ട് അതിന് പുറമെ വെന്തിങ്ങ ഇട്ട് അത്ര പോരെ? ഞാൻ പറഞ്ഞു, ആ ചരടൊന്ന് കാണിച്ചേ. ആ ചരട് നോക്കിയപ്പോഴാണ് ഈ ചരടയിൽ കാശുരൂപങ്ങളാണ്. 8-10 കാശുരൂപങ്ങളുണ്ട്. ഗീവറസ് പുണ്യാളുടെ കാശുരൂപമുണ്ട്, അന്തോണിസ് പുണ്യാളുടെ കാശുരൂപമുണ്ട്, യൂദാദേവസിൻ്റെ കാശുരൂപമുണ്ട്, ഒരു കുരിശുരൂപമുണ്ട്, യോസേപ്പ് പിതാവിൻ്റെ ഉണ്ട്. ഇങ്ങനെ സകല വിഷയത്തിൻ്റെ കാശുരൂപം കൊണ്ട് കെട്ടി തൂക്കിട്ടേക്കാം. ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയൊക്കെ ഇട്ടേക്കുന്നത്? ആരാ രക്ഷിക്കാന്ന് അറിയത്തില്ല അച്ഛാ. അതായത് ഉൾഭയമാണ്. എന്തോ സംഭവിക്കും, എന്തോ അപകടം വരും, എന്തോ ദുരന്തം വരും, ആരാ സംരക്ഷിക്കാൻ അറിയത്തില്ലോ. മാതാവിൻ്റെ പ്രത്യേകം ആ ദിവസത്തിൽ ഇവൾ ജപമാല ധരിച്ചിട്ടുണ്ട്, ഇവൾ വെന്തിങ്ങ ഇട്ടിട്ടുണ്ട്, കുരിശും കൊണ്ട് ചട കെട്ടിയിട്ടുണ്ട്, മനസ്സിലാക്കാം. അല്ലെ കൊന്തയെ തന്നെ കുരിശുണ്ട്. പക്ഷെ ഇത്രയും കാശുരൂപങ്ങൾ കെട്ടേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഉള്ളിൽ ഭയമാണ്, ആളുകളെ ഭയം, പുറമെയുള്ള ശക്തികളെ ഭയം. അതായത് ഈ കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞ് നമ്മുടെ ചുറ്റിലൊക്കെ ഒരുപാട് തിന്മ നിൽക്കുന്ന പോലെ ആ ചിന്തയിൽ ആൾക്കാർ ജീവിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് പിശാചിൻ്റെ ശക്തി, പിശാചിൻ്റെ ബന്ധം, എല്ലായിടത്തും ദുഷ്ടശക്തികളെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാണുള്ളത്. പിശാചില്ലെന്നോ പിശാചിൻ്റെ ആക്രമണം ഉണ്ടാകുകയാണെന്നോ പൈശാചിക പീഡനം ഉണ്ടാകുന്നില്ലെന്നോ ഒന്നും അല്ല അർത്ഥം. പക്ഷേ എല്ലാം പിശാചാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നോ നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടെന്നോ ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ടെന്നൊന്നല്ല അർത്ഥം. പക്ഷെ മുഴുവൻ സമയവും ഒരു അന്ധകാരത്തെ ശക്തിയുടെ പിടിയിലാണ് നമ്മളെന്ന് പറയുമ്പോൾ അത് ദൈവത്തെ മറന്നു പോകുന്ന തുല്യമല്ലേ. നമുക്കറിയാം, ഒരു പകല് സൂര്യപ്രകാശമുണ്ട്, സൂര്യൻ കത്തി ജ്വലിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഈ പ്രകാശമുള്ളപ്പോൾ തന്നെ ഒരു മേഘം വന്ന് സൂര്യനെ മറച്ചാൽ അല്പനേരത്തേക്കൊരു പ്രകാശത്തിന് മങ്ങലുണ്ടാകും. ഈ മങ്ങൽ കണ്ടുകൊണ്ട്
മുഴുവൻ നേരം ഇരുട്ടാണ്, മുഴുവൻ മങ്ങലാണ്, ഇതാ രാത്രിയായി എന്ന് പറയാൻ പറ്റുമോ? പ്രകാശമല്ലേ അടിസ്ഥാനമായിട്ടുള്ളത്. നല്ല സൂര്യപ്രകാശമുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഒരു മേഘം വന്ന് മറച്ച ഇത്തിരി ഇരുട്ടിനെ അല്ല. ആ ഇരുട്ടിനെ കുറിച്ച് അമിതമായ ചിന്ത കൊണ്ടിടക്കുമ്പോൾ നമ്മൾ പ്രകാശത്തെ തമസ്കരിക്കാം. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ദുഷ്ടശക്തികളുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് നമ്മൾ അപബോധം സൂക്ഷിക്കേണ്ടത്? ദൈവത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ദൈവ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പിശാചല്ല. സൂര്യപ്രകാശമാണ് ഈ ഭൂമിയുടെ പ്രകാശ സ്രോതസ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ദൈവമാണ് ഈ പ്രപഞ്ചത്തിലും ജീവജാലങ്ങളിലും നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നത്. ഇതിലിടയ്ക്ക് വരുന്ന മേഘം പോലെ ചില പൈശാചിക പീഡകൾ ഉണ്ടായെന്ന് വന്നേക്കാം. അതുകൊണ്ട് ആ മേഘമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയരുത്. ഈ ചിന്തയാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ തീക്കണലുണ്ട്. അത് നമ്മൾ ഊതി കത്തിക്കണം എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ചില ആളുകളുടെ ചിന്തകളിലൊക്കെ ചുറ്റുമുള്ള പൈശാചിക പ്രേരണകൾ കാരണം, പൈശാചിക ശക്തി കാരണമാണ് എല്ലാ തകർച്ചയെന്ന് അവർ മനസ്സങ്ങ് ഉറപ്പിച്ചു വച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ പാപവും നമ്മുടെ തന്നെ തിന്മയുമാണ്. പൈശാചിക പ്രേരണകളല്ല കാരണം. പൈശാചിക ശക്തി കൊണ്ടല്ല ദുരിതം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് ഒരാൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തേക്ക് സ്ഥലം വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തോ പല കാരണങ്ങൾ കുറേ നാളെ അച്ഛാ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സ്ഥലക്കച്ചവടം അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഒരു 4-5 വർഷം മുമ്പ് വരെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നന്നായി നടന്ന കാലങ്ങളിൽ, ആളുകളുടെ പണം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ സ്ഥലക്കച്ചവടം നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ സ്ഥലക്കച്ചവടം നടക്കാത്തതിന് പല കാരണമുണ്ട്. അല്ല അച്ഛാ, ആരോ കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛാ, ആരോ ഞങ്ങളുടെ പറമ്പിൽ എന്തോ കൊണ്ടുവന്നിട്ടിരിക്കുക അച്ഛാ, അതുകൊണ്ട് അച്ഛാ സ്ഥലക്കച്ചവടം നടക്കാത്തത്. ഞാൻ പറഞ്ഞു, അത് അന്ധവിശ്വാസം. നിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകാൻ മുഴുവൻ കാരണം ആരോ കൂടോത്രം ചെയ്തിരിക്കുന്ന, ആരോ മന്ത്രവാദം ചെയ്തിരിക്കുന്ന, എന്തോ ആഭിചാര പ്രവർത്തനം ചെയ്തു വച്ചിരിക്കുന്ന എന്നൊക്കെ ഒരു ധാരണ, ഒരു ഭയത്തിൻ്റെ ദുരാത്മാവിനെ വളർത്തുന്ന ഒരു ധാരണ ചിലപ്പോഴൊക്കെ സമൂഹത്തിൽ സംഭവിച്ചു പോവുക. പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തണം. ഭയത്തിൻ്റെ ദുരാത്മാവിനെ അല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ് നിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്ന് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ് ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ ശക്തി ഉള്ളപ്പോൾ ഈ തിന്മകളൊക്കെ നമ്മളെ എങ്ങനെ സ്വാധീനിക്കാനാണ്? നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ 23-ാം വചനം, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. എത്ര താക്കീതോടെ, എത്ര സജീവമായിട്ട് ഈ വചനം പറയുന്നത്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ആരാണ് യാക്കോബ്? ദൈവം കൂടെ നിൽക്കുന്നവൻ യാക്കോബ്. ആരാണ് ഇസ്രായേൽ? ദൈവം നയിക്കുന്ന ജനം ഇസ്രായേൽ. ദൈവം കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ നയിക്കുന്നുണ്ടെങ്കിൽ, ഏത് മന്ത്രവാദമാ, ഏത് കൂടോത്രമാ നിന്റെ ജീവിതത്തെ ബാധിക്കുക? ശക്തനായ കാവൽ നിൽക്കുമ്പോൾ ശത്രുവിന് വന്ന് നിന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് കർത്താവ് തന്നെ എത്രയോ പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. നീ ഓർക്കണം, നീ യാക്കോബാണോ, നീ ഇസ്രായേലാണോ എന്ന് ചിന്തിച്ചാൽ മതി. നീ യാക്കോബ് അല്ലാതെ പോയാൽ തിന്മ നിന്നെ ബാധിക്കും. അപ്പോൾ ഞാൻ ഓർക്കും, കല്ല് വിറക്കി ഈ കെട്ടിടത്തിന് എറിയുകയാണെങ്കിൽ ജനലിൻ്റെ ചില്ലിൻ്റെ കൊള്ളുന്നെങ്കിൽ ചില്ല് പൊട്ടിപ്പോവും. അതേസമയം കല്ല് വിറക്കി ഭിത്തിക്കെട്ട് എറിയുമ്പോൾ കരിങ്കൽ ഭിത്തിയെ കൊണ്ടിട്ട് ആ എറിയുന്ന കല്ലാണ് പൊട്ടുക. ചില്ല് പൊട്ടും, പക്ഷെ കരിങ്കൽ ഭിത്തി പൊട്ടില്ല, എറിയുന്ന കല്ലാ പൊട്ടുക. നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ആഭിചാരവും, ഒരു മന്ത്രവാദവും, ഒരു കൂടോത്രവും, ഒരു ശക്തിയും, ഒരു ദുർപ്രാർത്ഥനകളും നിന്നെ ബാധിക്കില്ല. ഇത് വിശ്വാസ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം കൊണ്ടുനടക്കേണ്ടത്. അല്ലാതെ നിന്റെ മനസ്സ് പാപത്തിലും തിന്മയിലുമാണ്, അശുദ്ധിയിലുമാണെങ്കിൽ
ഈ തിന്മയെല്ലാം ബാധിച്ചെന്ന് വരും. ദൈവം നയിക്കുന്നവൻ ഇസ്രായേലും. ദൈവം നയിക്കാതെ പാപവും അശുദ്ധിയും നിന്നെ നയിക്കാൻ തുടങ്ങിയാൽ തിന്മകളും പൈശാചിക ആക്രമണം ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. മറിച്ച് നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ടോ, നിന്റെ ഉള്ളിൽ ദൈവിക നന്മയുണ്ടോ, ദൈവം വസിക്കുന്നുണ്ടോ, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ ബാധിക്കുക പോലുമില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ലേ? ഫിലിപ്പിയ ലേഖനം 2:10 പറയുന്ന വചനം കൂടെ ഓർത്ത് വെക്കണം. യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ ശക്തികളും മുട്ടുമടങ്ങുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ നാമം കർത്താവിന് നൽകി. യേശു എന്ന നാമം, ആ നാമം ഉച്ചരിക്കുന്നിടത്ത്, ആ നാമം ഏറ്റുപറയുന്നിടത്ത്, ആ നാമത്തെ ജീവിതത്തിൽ വഹിക്കുന്നവരുടെ മുമ്പിൽ ഒരു പിശാചും ജയിക്കില്ല. എല്ലാ പൈശാച ശക്തികളും അവിടെ പരാജയപ്പെട്ടു പോകും. അതായത് പിശാചിന് യേശുവിനേക്കാൾ ശക്തിയില്ല, പിശാചിന് ദൈവത്തേക്കാൾ ശക്തിയില്ല, പിശാചിന് ദൈവാത്മാവിനേക്കാളും പ്രവർത്തന ശക്തിയുമില്ല. പിശാച് ദൈവികതയ്ക്ക് മുകളിലല്ല, പിശാച് ദൈവിക ശക്തിക്ക് താഴെയാണ്. അത് നമ്മൾ വിശ്വാസപൂർവ്വം ഉള്ളിൽ വഹിക്കേണ്ടതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം അവസാനിപ്പിക്കുന്ന വാചകം എന്നും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവാൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടുന്ന കാരണങ്ങളുണ്ടാകും, പേടിപ്പിക്കുന്ന കാരണങ്ങളുണ്ടാകും, ആകുലപ്പെടുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷെ നിങ്ങൾ സമാധാനം കണ്ടെത്തണം, എന്നിൽ സമാധാനം കണ്ടെത്തണം. ധൈര്യമായിരിക്കുവാൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതായത് യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ എല്ലാ ശക്തികളെ കീഴടക്കിയിരിക്കുന്നു. പിശാചിൻ്റെയും പിശാചിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം യേശു ക്രിസ്തു കീഴടക്കിയിരിക്കുന്നു. ആ വിശ്വാസം മനസ്സ് സൂക്ഷിക്കുന്നവർ എന്തിനാണ് പിശാചിനെ എത്രമാത്രം പേടിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വാധീനം, ദൈവത്തിൻ്റെ ബലം നമ്മുടെ കൂടെ ഇല്ലേ? ഇത്തരത്തിൽ ഒരു ആത്മീയ ശക്തി നിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തന്നെ കാണാതെ പഠിക്കേണ്ടതും മനസ്സിൽ കൊണ്ടുനടക്കേണ്ടതുമായ സങ്കീർത്തനത്തെയും കൂടെ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുക. ഞാനും ബൈബിളിലെ ഏറ്റവും മനോഹരമായ സങ്കീർത്തന ഭാഗം 91 വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കൂടുതലായി ദൈവശക്തി കിട്ടും. നമുക്കറിയാം. അവിടെ പറഞ്ഞു വെക്കുകയാണ്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമേ എന്ന് പറയും. അതായത് കർത്താവിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുകയാണ് നീ. നിന്റെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിൻ്റെ സംരക്ഷണമാണ് എന്ന് നീ വിശ്വസിക്കും. അപ്പോൾ എന്തെല്ലാം സംഭവിക്കും? അവിടുന്ന് പറയുന്നു, അവിടുന്ന് നിന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. കവചം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കണം, ഏത് ശത്രു ആക്രമിച്ചാലും ആക്രമണം ഏൽക്കാതിരിക്കാൻ മുമ്പിൽ വെച്ചിരിക്കുന്ന മതിലാണ് കവചം. പരിചയം എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടുമ്പോൾ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി പിടിക്കുന്ന പലകമാണത്. അതായത് കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് കവചവും പരിചയമായിട്ടാണ്. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ പോയപ്പോൾ അവൻ ധരിച്ച കവചത്തെയും പരിചയത്തെയും ഓർമ്മിച്ചുകൊണ്ടായിരിക്കാം ഈ സങ്കീർത്തനം കുറിച്ച് വെച്ചത്. കർത്താവ് നിന്റെ സംരക്ഷണമായി നിൽക്കുമ്പോൾ നീ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കുന്നത്? നിന്റെ ഉള്ളിൽ കർത്താവിൻ്റെ ശക്തിയെ നീ താഴ്ത്തി കെട്ടരുത്. ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞാൽ നീ ലോ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കർത്താവ് ബലഹീനനും ദുർബലനുമാണ്. പിശാച് വരുമ്പോൾ ഓടിപ്പോകുന്നത് പേടിത്തൊണ്ടരാണ് നീ വിചാരിക്കരുത്. കർത്താവ് നിന്റെ കൂടെ നിൽക്കുമ്പോൾ ഏത് പൈശാശക്തിയെ തോൽപ്പിക്കും. ഗോലിയാത്തിനെ തോൽപ്പിച്ച ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്നതുകൊണ്ടാണ് ദാവീദ് ഈ വചനം പറഞ്ഞു വെച്ചത്. ഊർദ്ധബാഹുവായി ശക്തനായി നിൽക്കുന്ന ഗോലിയാത്തിനെ ദാവീദ് ദൈവശക്തി കൊണ്ട് മാത്രം തോൽപ്പിച്ചില്ലേ? നിന്റെ മുമ്പിൽ ഗോലിയാത്തുമാർ നിരന്നു വരും, അനേകം ഗോലിയാത്തുമാർ എഴുന്നേറ്റ് വരും. അതിനെയൊക്കെ തോൽപ്പിക്കാൻ നിനക്ക് സാധിക്കും. കാരണം നിന്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടെങ്കിലും, കർത്താവ് നിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നീ ഉറപ്പുവരുത്തുക. ഇതാണ് നീ ഏറ്റവും പ്രധാനമായി ചെയ്തു വെക്കേണ്ട കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നും ദാവീദ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും
നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങൾ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിനക്ക് സംഭവിക്കില്ല എന്ന് മാത്രമല്ല, നിന്റെ കൂടാരത്തെ സമീപിക്കുക പോലുമില്ല. നിന്റെ വീടിനെ പോലും ബാധിക്കില്ല. ഇതാ വചനം ഓർപ്പിക്കുന്നത്. രാത്രിയെ നീ പേടിക്കേണ്ട, മൃഗങ്ങളെ നീ പേടിക്കേണ്ട, ഒരു ജീവജാലങ്ങളെ പേടിക്കേണ്ട. നീ അതിനെല്ലാം മുകളിലാണ്. അതിനേക്കാൾ മുകളിൽ ശക്തി നിനക്കുണ്ട്. ഇതൊരു ആത്മീയമായി കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനാത്മകമായ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് അകാരണമായ ഭയം മാറിപ്പോകാം. ചിലപ്പോൾ ധ്യാനിക്കാൻ പെടുന്ന ആളുകളെ കാണാറുണ്ട്. ചിലർക്ക് രാത്രി ഭയങ്കര പേടിയാണ്, പുറത്തിറങ്ങാൻ പേടി, ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് മാറാൻ പേടി. എന്തോ സംഭവിക്കുന്നു. എന്താണ് നമ്മളിങ്ങനെ പേടിക്കാതിരിക്കുന്നത്? ഒരു കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത്, മുറ്റത്തൊക്കെ വെളിച്ചമില്ലാത്ത കാലത്ത് നമ്മൾ പോലെ തിരി കത്തിച്ച് പിടിച്ചോ വിളക്കിൻ്റെ വെട്ടത്തിലൊക്കെ പോകുമ്പോൾ പാമ്പുണ്ടോ, പഴുതാരിയുണ്ടോ, തേളുണ്ടോ, വെള്ളമുണ്ടോ, തെന്നി വീഴുമോ, ഇങ്ങനെ കുറേ ആകുലപ്പെടണം. ഇന്ന് നമുക്കറിയാം, പകല് പോലെ തന്നെ രാത്രിയും പ്രകാശമാനമാക്കാൻ നമുക്ക് സാധിക്കും. പകലുള്ള പ്രകാശത്തേക്കാൾ കൂടുതൽ രാത്രിയിൽ പ്രകാശം ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ കളികളൊക്കെ നടക്കുന്നുണ്ടല്ലേ, ഫ്ലഡ് സ്റ്റേഡിയത്തിലൊക്കെ പകലുള്ള വെളിച്ചത്തേക്കാൾ കൂടുതൽ വെളിച്ചം ഉണ്ടാക്കിയല്ലേ ക്രിക്കറ്റ്, ഫുട്ബോളും കളികളൊക്കെ നടക്കുന്നത്. ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം, പകലോടുന്ന വണ്ടികളേക്കാൾ കൂടുതൽ വണ്ടികൾ രാത്രിയിൽ നമ്മുടെ റോഡിൽ കൂടി ഓടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിൽ കൊണ്ടെടുക്കണ്ടേ, ഈ രാത്രി ഇരുട്ടിന് ഞാനെന്ത് പേടിക്കണം? എനിക്ക് പ്രകാശമുണ്ട്, പ്രകാശം എടുക്കാൻ പറ്റും. പണ്ടത്തെ പോലെ മണ്ണെണ്ണ വിളക്കോ കെട്ടാൻ പോകുന്ന തിരിയും തീപ്പെട്ടി അല്ല നമ്മുടെ കയ്യിലുള്ളത്. എനിക്ക് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങണമെങ്കിൽ ലൈറ്റ് ഇട്ടാൽ മതി. ആ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രാത്രി എന്തിനു പേടിക്കണം? അതുപോലെ മൃഗങ്ങളെ എന്തിനു പേടിക്കണം? നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് ശക്തി കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, പേടിച്ചു കഴിഞ്ഞാലാണ് ഇതെല്ലാം നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ പലപ്പോഴുമൊക്കെ കടിക്കാൻ വരുന്ന പട്ടി, നമ്മൾ പേടിച്ചോടിക്കഴിഞ്ഞാൽ പട്ടി പുറകേ വന്ന് കടിക്കും. മറിച്ച് നമ്മൾ ധൈര്യപൂർവ്വം നിന്നിട്ട് തിരിഞ്ഞ് പട്ടിയുടെ കണ്ണിലേക്ക് നോക്കിക്കേ, പട്ടി അവിടെ നിൽക്കും. ചിലപ്പോൾ പട്ടി തിരിച്ചോടിയെന്ന് വരും. അതായത് നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് മനസ്സിൽ അകാരണമായ ഭയം വളർത്തിയെടുക്കരുത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എല്ലാ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാണ്. ഇവയുടെ മേൽ എല്ലാ അധികാരം കൊടുത്താണ് കർത്താവിനെ പർദീസാൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മൃഗത്തെയും പാമ്പിനെയും പട്ടിയൊന്നും പേടിക്കരുത്. അത് എവിടെയോ മനസ്സിൽ കയറിയ ഫോബിയകളാണ്, പേടികളാണ്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കണം, എൻ്റെ കൂടെ കർത്താവില്ലേ, എൻ്റെ കൂടെ ദൈവമില്ലേ, എന്നെ നയിക്കുന്ന ഒരു ദൈവമില്ലേ? ഈ ഒരു ചിന്ത മനസ്സ് ശക്തമാക്കിയെടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിലെ ശക്തികളെ പേടിക്കരുത്, ചുറ്റുമുള്ള ജീവജാലങ്ങളിൽ ഒന്നും ശക്തിയും പേടിക്കരുത്, പൈശാചിക ശക്തികളെയും പേടിക്കരുത്. പൈശാചിക പീഡകളെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞേക്കണം. നിങ്ങൾ കൗൺസിലിങ്ങിന് പോയി, ധ്യാനത്തിന് പോയി, പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പേടി വളർത്തരുത്. നിങ്ങളുടെ ഉള്ളിലെ ഭയം കളയാനാണ് നിങ്ങൾ ധ്യാനിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാണ്ട് ചുറ്റുമൊക്കെ പിശാചാണ് എന്നൊന്നും പറഞ്ഞ് ഒരിക്കൽ കൂടി നീ കുറേ കൂടി അടിമയാകരുത്. പ്രാർത്ഥിക്കുന്നതും ധ്യാനം കൂടുന്നതും നിൻ്റെ ഉള്ളിലെ ദൈവീക ശക്തി ഉണർത്താനായിരിക്കണം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണെന്ന് വചനം ശക്തമായി വിശ്വസിക്കണം. അതുകൊണ്ട് മന്ത്രവാദം, കൂടോത്രം, കൈവശം, ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത്. ചുറ്റിലും കാണുന്ന വസ്തുക്കളുടെ പേരിലും ശക്തികളുടെ പേരിലും തെരളുകളുടെ പേരിലും ശകുനങ്ങളുടെ പേരിലും നിൻ്റെ മനസ്സിന് ധൈര്യം നീ കളയരുത്. പ്രിയപ്പെട്ട മകനെയും മകളെയും, നിൻ്റെ ഉള്ളിലുള്ളവൻ ഈ ശക്തികളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. നിൻ്റെ മുമ്പിൽ ചാടിയ പൂച്ചയെയും നിഴലിനെയും വസ്തുവിനെയും ഒക്കെ നിയന്ത്രിക്കാൻ കർത്താവിന് സാധിക്കും. ഒരു പക്ഷി അലക്കുന്ന കേട്ടോ, ഒരു പല്ലി അലക്കുന്ന കേട്ടോ നിൻ്റെ ഉള്ളിലെ ദൈവശക്തി കുറയേല. നീ പേടിക്കരുത്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, ആരെങ്കിലും മന്ത്രവാദം ചെയ്തു, യാക്കോബിന് ആപചാരം ഏൽക്കുകയില്ല. നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, നിനക്കൊരാപചാരം ഏൽക്കുകയില്ല. കർത്താവിൻ്റെ വചനം വീണ്ടും ഓർപ്പിക്കുന്നു, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. സമുദ്രം കടക്കുമ്പോൾ ജലം നിൻ്റെ തല കവിയുകയില്ല, അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. എത്ര ശക്തമായി കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങളാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് മനസ്സിലെ ഭയം മാറണം.
ഈ വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളുടെ മനസ്സിൽ വളർന്നു വന്നേക്കുന്ന എവിടെയോ വെച്ച് കയറിയിരിക്കുന്ന എല്ലാ ഭയവും വിട്ടുമാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയമാണ് നിന്നെ തോൽപ്പിക്കുന്നത്. ഭയപ്പെടുന്നവൻ പല പ്രാവശ്യം തോറ്റു കഴിഞ്ഞിരിക്കുന്നു. ധൈര്യമുള്ളവൻ ഒരിക്കൽ പോലും തോക്കില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത്. മന്ത്രവാദ കൂടോത്രം ഇതൊക്കെ കൊണ്ട് വലിയ തകർച്ചയാണ് എന്ന ധാരണയൊന്നും വളർത്തിയെടുക്കരുത്. പിശാചാണ് ചുറ്റിലും, എല്ലാത്തിലും പിശാച, സകലമത്തിലും പിശാച, നോക്കുന്നതും കാണുന്നതും ഭക്ഷണത്തിലും കാര്യം എല്ലാം പിശാച എന്ന ധാരണയൊന്നും വളർത്തരുത്. അതൊക്കെ സമൂഹത്തിൽ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് ഭയത്തിൻ്റെ ദുരാത്മാവ് വിട്ടു പോകണം. അതുകൊണ്ട് ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആരിലെങ്കിലും ഉള്ളിൽ അകാരണമായ ഭയം ഉണ്ടെങ്കിൽ വിട്ടുമാറാണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ആത്മാവ് നിറയാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളുടെ മനസ്സിനെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. നിൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ് എന്ന വചനത്തിൽ വിശ്വസിക്കാൻ കർത്താവെ എല്ലാവരുടെയും മനസ്സുകളെ സ്പർശിക്കണമേ. ദൈവമായ കർത്താവെ, ഈ നിമിഷം അകാരണമായ ഭയം എടുത്തു മാറണമേ. പ്രത്യേകിച്ച് അന്ധകാര ശക്തികളെക്കുറിച്ചുള്ള, പൈശാചിക പീഡകളെക്കുറിച്ചുള്ള അകാരണമായ ഭയം മാറിപ്പോട്ടെ. മനസ്സിൽ ശക്തിയും ബലവും ഉണ്ടാകട്ടെ. എന്ത് ജോലി ചെയ്യാനുള്ള ആത്മധൈര്യം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പൈശാചിക ശക്തികളെല്ലാം യേശു നാമത്തിനു മുമ്പിൽ പരാജയപ്പെടുന്നുണ്ട്. യേശു എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി ഇപ്പോൾ നിറയട്ടെ. ഇപ്പോൾ തന്നെ ഇവിടെ മനസ്സുകളിൽ ദൈവശക്തി കടന്നു വരട്ടെ. ഇപ്പോൾ തന്നെ ജീവിതത്തിലെ ഉണർവ് കടന്നു വരട്ടെ. എല്ലാ ഭയം വിട്ടുമാറട്ടെ. കർത്താവേ, അങ്ങയുടെ ദിവ്യമായ ശക്തിയാൽ, അങ്ങേ വചനത്തിൻ്റെ ശക്തിയാൽ ഇവരെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യമായിരിക്കുവിൻ, ഇതാ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന യേശുവിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. യേശു നിൻ്റെ ജീവിതത്തിൻ്റെ ഭരണകർത്താവായി നിലനിൽക്കട്ടെ. യുദ്ധവീരനും ശക്തനുമായ കർത്താവിന് കാവലും കോട്ടയുമായി നിൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.